മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൻ കടിച്ചു പിടിച്ച ചിരിയോടെ അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു. പറ, എന്താ ഇത്ര വിഷമം? വീണ്ടും കണ്ണുകൾ നിറഞ്ഞു. നാളെ പോവല്ലേ? എന്നിട്ട് ഇത്രയും നേരം എവിടെയായിരുന്നു? വൈകെങ്കിലും ഒന്ന് വിളിച്ചു പറയാനെങ്കിലും തോന്നിയോ? ഞാൻ കോൾ ചെയ്തപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യായിരുന്നില്ലേ? എത്താൻ വൈകുന്ന അറിയിക്കായിരുന്നു. ഞാൻ എത്ര ഭയന്നു എന്നറിയോ? അവൾ വീണ്ടും കണ്ണുകൾ നിറച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി പിടിച്ചു. അയ്യേ, ഇതിനാണോ കരയുന്നത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡാനിയലിനെ കുറിച്ച്? ബദ്രിയുടെ ശബ്ദം കേട്ട് മിഴി മുഖമുയർത്തി അവനെ നോക്കി. അവനൊരു ബ്രദർ മാത്രമേ ഉള്ളൂ, ഡേവിഡ്. ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. അവൻ്റെ ഏട്ടനെ തീർത്തവനെ നേരിട്ട് കാണണമെന്ന്. സോ നാളെ എൻ്റെ കൂടെ അവനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളീ ജംഗ്ഷൻ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. അവൾ ചിന്തിച്ചിരുന്നു, ബദ്രിയെ സഹായിച്ചുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മനുഷ്യൻ അവരുടെ കുടുംബത്തെക്കുറിച്ചും ചിന്തിച്ചു. ആർക്കോ വേണ്ടി ജീവൻ ബലികഴിക്കേണ്ടി വന്ന അവർക്കും ഉണ്ടാവില്ലേ ഉറ്റവരും ഉടയവരും? അവരുടെ ശാപം കൂടി ഞങ്ങളുടെ മേലല്ലേ വന്ന് വീഴുക. പിന്നെ അറിഞ്ഞു, അന്നുണ്ടാവലിൽ 3 പേരും അനാഥരാണെന്ന്. ഡാനിയലിന് സ്വന്തമായി ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ എന്ന്. ഡേവിഡ്. ഒരു വിധത്തിൽ അയാൾ ബദ്രിയുടെ കൂടെയുള്ള ധൈര്യം തന്നെയാണ്. അവൾ കണ്ണു തുടച്ച് ചെറുതായി പുഞ്ചിരിച്ചു. ഞാൻ വൈകിയതുകൊണ്ട് മാത്രമാണോ പാർട്ണർ കരഞ്ഞത്? അതോ നാളെ പോകുന്നുള്ള സങ്കടമോ? രണ്ടും. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് പരിഭവത്തോടെ പറഞ്ഞു. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ മുടിയകളിൽ തഴുകി. എനിക്ക് തോന്നി നീ വല്ലതും കഴിച്ചോ? അമ്മ കഴിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നിന്നാലേ തണുപ്പടിക്കും, പോയി കിടന്നോ. അവൾ ജനലടച്ച് ബെഡിലേക്കിരുന്നു. അവളെ കിടത്തി പുതപ്പിച്ച് അവൻ ഡിം ലൈറ്റ് മാത്രം കത്തിച്ച് നെറ്റിയിൽ ചുംബിച്ചു. മോർണിംഗ് നേരത്തെ ഇറങ്ങും, ഓർക്കത്തിന്ന് എഴുന്നേൽപ്പിക്കില്ല. ഐ വിൽ മിസ് യു. അവൻ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അവൻ്റെ കയ്യിൽ പിടി വീണിരുന്നു. ഇവിടെ കിടക്കാവോ? അവൻ ചിരിച്ചു. ആക്ച്വലി എനിക്ക് പോകാൻ ഇഷ്ടമല്ല. പോവട്ടെ എന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞ് ഒപ്പിച്ചതാ. ഇപ്പം നീയായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയല്ല. അവളെ നീക്കി കിടത്തി അവൻ അവളോട് ചേർന്ന് കിടന്നു. നിനക്ക് പേടിയില്ല പെണ്ണേ? അവൻ്റെ കണ്ണിൽ മാത്രം നോക്കി ചെറുചിരിയുടെ കിടക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. എന്തിന്? എനിക്കെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യാൻ തോന്നിയാലോ? അവൾ ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന് കിടന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ഞാനായിട്ട് പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? അത്ര കോൺഫിഡൻ്റ് ഒന്നും വേണ്ട കേട്ടോ. പറയുന്നതിനനുസരിച്ച് കൈകൾ ഇടുപ്പിലൂടെ അരിച്ചു കയറി. അവൾ ഇക്കിളി വന്ന പോലെ ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. നിറഞ്ഞ ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ഹൃദയ താളത്തിൽ ലയിച്ച് അവൾ കണ്ണുകൾ അടച്ചു. കാലത്ത് കണ്ണു തുറക്കും മുന്നേ അവൾ കൈകൾ കൊണ്ട് പരുതി. ബദ്രിയെ കാണാഞ്ഞതും വേഗം എഴുന്നേറ്റു. ക്ലോക്കിലേക്ക് നോക്കി. 7 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. ഫോൺ പോലും കയ്യിലില്ലല്ലോ എന്നോർത്ത്. നേരത്തെ എഴുന്നേൽക്കായിരുന്നു. ഒടുക്കത്തെ ഉറക്കം. മേലൊക്കെ ചെറിയ വേദനയുണ്ട്. അവന് ഇറുക്കി പിടിച്ച് കിടന്നുകൊണ്ടാവാം. ഓർമ്മയിൽ അവളുടെ മുഖം ചുവന്നു. നേരെ ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ച് തലതൂർത്തി പുറത്തേക്ക് വരുമ്പോൾ സെറ്റിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. മിഴിയെ കണ്ടതും അയാൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ആ മുഖം എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ തോന്നിയതുകൊണ്ട് തന്നെ അവളും തിരികെ ചിരിച്ചു. മാഡം, സാറി, ഫോൺ രാവിലെ തന്നെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞിരുന്നു. അയാൾ മിഴിക്കുന്നേരം അവളുടെ ഫോൺ നീട്ടി. അവൾ സന്തോഷത്തോടെ അത് വാങ്ങി. അപ്പോഴേക്കും കബനിയമ്മ അയാൾ കുടിക്കാൻ ചായയുമായി വന്നു. ഓഫീസിൽ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു അയാൾ വേഗം ചായ കുടിച്ചിറങ്ങി. അയാൾ ഇറങ്ങിയതിന് പുറമെ അവളുടെ ഫോൺ റിങ് ചെയ്തു. ബദ്രിയുടെ നമ്പർ കണ്ട് അവളുടെ മുഖം വിടർന്നു. കാലത്ത് പോകുമ്പോൾ ഒന്ന് വിളിക്കായിരുന്നു. ഒരു ഹലോ പോലും പറയാതെ അവളുടെ പരിഭവത്തോടെയുള്ള സ്വരം കേട്ട് അവൻ ചിരിച്ചു. അത്രയും നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന ഒരാളെ ശല്യപ്പെടുത്താൻ എങ്ങനെ തോന്നാനാ പെണ്ണെ? അവളുടെ മുഖത്തെ പരിഭവം മാഞ്ഞ് അവിടെ ചിരി വിടർന്നു. വേഗം വരണേ. പിന്നെന്താ? അല്ല, നിന്റെ കോഴിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നില്ലേ? അത് കേട്ട് അവൾ ചിരിച്ചു. പോകണം. ചെറുക്കം കൊള്ളാമെങ്കിൽ ഓക്കെ പറയാൻ പറ. അർജിത്ത് അവളെ മൈൻഡ് പോലും ചെയ്യാൻ സാധ്യതയില്ല. അവളെ എന്നല്ല, ആരെയും. അവരൊരു പ്രത്യേക ക്യാരക്ടർ. സോ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. പോയെത്തിയിട്ട് ഡ്രൈവറെ തിരികെ അയച്ചോ. കൂട്ടുകാരുടെ കൂടെ എത്ര നേരം വേണമെങ്കിലും നിന്നോ. പക്ഷെ ഒരുപാട് നടക്കണ്ട, സ്ട്രെയിൻ ചെയ്യണ്ട, ഒതുങ്ങി ഇരുന്നോണം. ആദ്യത്തെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഡ്രൈവർ വിളിക്ക്. ബൈ, പിന്നെ വിളിക്കാം. കോൾ കെട്ടിയതിനു ശേഷവും അവൾ ബദ്രിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ആദ്യമായിട്ട് തന്നോടൊരു എക്സ്ട്രാ ഫീലിങ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അദ്ദേഹത്തിനൊപ്പം ഞാൻ യാത്ര ചെയ്യുന്നതിനും അടുത്തിടപഴകുന്നതിലും എതിർപ്പില്ല. ഇങ്ങനെയും ഉണ്ടാവും ആളുകൾ. ഹീസ് എ ജെൻ. ലവ് യു പാർട്ട്ണർ. എന്താ ഞാൻ ഈ കാണുന്നത്? ആർദ്രയുടെ മുറിയിലേക്ക് കയറി മിഴി അത്ഭുതത്തോടെ അവൾ നോക്കി നിന്നു. ആദ്യമായാണ് ആർദ്രയെ സാരി എടുത്ത് കാണുന്നത്. ഒരു രക്ഷയില്ല പെണ്ണെ, കിട്ടു. താങ്ക് യു, താങ്ക് യു. നിന്റെ വേദന കുറവുണ്ടോ? തലയിലെ കെട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നാണക്കേട് തോന്നുക. പെണ്ണ് കാണാൻ വരുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് ചോദിക്കില്ലേ? അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വരില്ല കേട്ടോ. ഒളിഞ്ഞ് നോക്കാം. അയ്യടാ, അതൊന്നും ശരിയാവില്ല.
ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒരു ധൈര്യക്കുറവ് വേണ്ടെന്നില്ല നിന്നെ വിളിച്ചത് എന്നെ കൂടെ നിൽക്കാൻ. അപ്പോൾ പിന്നെ റൂമിൽ പോയി ഒളിഞ്ഞിരുന്ന എങ്ങനെ ശരിയാവാനാ മോളെ? അവളുടെ താടിയിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് ആർദ്ര പറഞ്ഞ് തിരിയുമ്പോൾ കണ്ടത് വാതിലിനരികിൽ നിന്ന് അവരെ നോക്കുന്ന ആദിയാണ്. പെട്ടെന്ന് ആർദ്രയുടെ മുഖം മാറിയത് കണ്ട് മിഴിയും അങ്ങോട്ട് നോക്കി. ആദിയെ കണ്ടതും മിഴി പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരി നൽകി. അവനും തിരികെ പുഞ്ചിരിച്ചു. അന്നത്തെ സംഭവങ്ങൾ ആലോചിച്ച് അവൾക്കല്പം ചമ്മൽ തോന്നിയതുകൊണ്ട് തന്നെ വേഗം തിരിഞ്ഞു നിന്നു. ആദ്യം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു സിമ്പിൾ പിങ്ക് ഗൗണാണ് വേഷം. കാതിലും കഴുത്തിലൊന്നും യാതൊരു ആഭരണങ്ങളും അണിഞ്ഞിട്ടില്ല. മുഖത്ത് യാതൊരു സമയങ്ങളുമില്ല. എങ്കിലും വല്ലാത്ത ഭംഗിയായിരുന്നു അവളെ കാണാൻ. അവൻ്റെ നോട്ടം ഇഷ്ടപ്പെടാത്ത പോലെ ആർദ്ര വാതിലിനരികിലേക്ക് പോയി. അവൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട് മുന്നിലേക്ക് കയറിയിരുന്നു. ആദ്യം നെറ്റി വിളിച്ചു. നിനക്ക് നാണമില്ലേ ചേട്ടാ, കണ്ടവരുടെ പ്രോപ്പർട്ടി നോക്കി വെള്ളമിറക്കാൻ? അവൾ മിഴി കേൾക്കാത്ത വിധം പതിയെ പറഞ്ഞു. ആർദ്രയൊന്ന് നോക്കി പേടിപ്പിച്ച് അവൻ തിരിഞ്ഞടന്നു. അവൻ്റെ ഉള്ളിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി എന്ന വാക്ക് മാത്രം വീണ്ടും വീണ്ടും കേട്ടു. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്തിന് എൻഗേജ്മെന്റ് പോലും തീരുമാനിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ മിഴി അവൻ്റെ ആവും? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. മിഴി ബദ്രിയുടേതാവില്ല. അവൻ മൗനമായി മൊഴിഞ്ഞു. മോളെ, അവരെത്തിയിട്ടോ? ആർദ്രയുടെ ഫോണിലേക്ക് രേവതിയുടെ മെസ്സേജ് വന്നു. മിഴി അത് കണ്ട് ചിരിച്ചു. അത് പിന്നെ ഞാൻ പറഞ്ഞതാ, അവരെത്തിക്കഴിഞ്ഞ ഒരു മെസ്സേജ് അയക്കാൻ. നമുക്കൊന്ന് പ്രിപ്പയർഡായി നിൽക്കാമല്ലോ. വിളിക്കാതെ വേഗം വാ, താഴോട്ട് പോവാം. ഞാൻ വരുന്നില്ല ആരും, പ്ലീസ്. എല്ലാവരുടെയും ചോദ്യം വരും, പിന്നെ ആദ്യം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തിനാണ്, പ്ലീസ്. അവൾ ദയനീയമായി പറഞ്ഞപ്പോൾ ആർദ്രക്കും പാവം തോന്നി. ഓക്കെ, അപ്പം നീ ഇവിടെ ഇരുന്നോ, ഞാൻ ചെക്കിനൊന്ന് മുഖം കാണിച്ചിട്ട് ഓടി വരാം. ആർദ്ര ചാടിത്തുള്ളി താഴേക്ക് ഓടി. സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തലയെത്തിച്ച് ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവരെ നോക്കി. അയ്യേ, എല്ലാം കിളവന്മാരാണല്ലോ. ആ, 2 അമ്മായിമാരുണ്ട്. ഇനി ചെക്കന് എവിടെയാണാവോ? എവിടുന്ന് തലയിൽ കെട്ടിയ അടിയിൽ അവൾ തലയൊഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. മമ്മി, വേദനിച്ചു. ആ, വേദനിക്കാൻ വേണ്ടി തന്നെ തന്ന്. ഇവിടുന്ന് ഡാൻസ് കളിക്കാതെ കിച്ചണിൽ വന്ന് ആ ട്രേ എടുത്തുകൊണ്ട് പോവണ്ണേ. തല ഒഴിഞ്ഞുകൊണ്ട് അവളും പിന്നാലെ പോയി. ചെറുക്കനെ നോക്കി വെളുക്കനെ ചിരിച്ചു കാണിച്ചു. അതോടെ അവൻ്റെ മുഖത്തെ ചിരിമാഞ്ഞു. ക്ലീഷേ ഡയലോഗ് വന്നില്ലാലോ. ആരും ചിന്തിച്ചു തീരുമ്പോഴേക്കും കൂടെയുള്ള അമ്മാവൻ പറഞ്ഞു, രണ്ടാൾക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ചെറുക്കനൊരു കൃത്രിമ ചിരിയോടെ എഴുന്നേറ്റ് വന്നു. ആർദ്ര നേരെ മുകളിലേക്ക് കയറിപ്പോയി. അയാൾ അവിടെ പിറകെയും. അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. ആർദ്രയല്ലേ? അവൾ തലയാട്ടി. ഒരുപാട് സംസാരിക്കാൻ പാടില്ലെന്ന് ഇന്നലെ മമ്മി പറഞ്ഞെന്ന് മനസ്സിലോർത്തു. ആർദ്ര, ഞാനിപ്പോൾ ഒരു മാരേജിന് പ്രിപ്പയർഡ് അല്ല. ബട്ട് ഐ ആം 20 years old. സോ 29 മുന്നേ മാരേജ് നടക്കണമെന്ന് ഏതോ ജോത്സ്യം പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ നിർബന്ധം സഹിക്ക് വയ്യാതെ. ബാക്കി പറയും മുന്നേ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. മിഴി? മിഴിയുടെ കണ്ണിലും അത്ഭുതമായിരുന്നു. ധ്യാൻ? ആർദ്ര രണ്ടാളെയും മാറി മാറി നോക്കി. നിനക്ക് എന്തു പറ്റി? ധ്യാൻ വെപ്രാളത്തോടെ അവളുടെ തലയിലും കയ്യിലുള്ള മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ചെറിയൊരു ആക്സിഡന്റ്. എന്നിട്ടൊന്ന് വിളിച്ചു പറയാൻ തോന്നി നിനക്ക്? ഓഫീസിൽ സിക്ക് ലീവ് എന്നാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഞാൻ കരുതി പനിയോ ചെറിയ എന്തെങ്കിലും അസുഖമായിരിക്കുന്നു. എന്നിട്ടും വിളിച്ചു നോക്കി, അറ്റൻഡ് ചെയ്തില്ല. അയ്യോ ധ്യാൻ, അത് അന്ന് ആക്സിഡന്റ് ആയ ദിവസം ഫോൺ ഓഫീസിൽ മറന്നു വെച്ചു. ഇന്ന് രാവിലെയാണത് കയ്യിൽ കിട്ടിയത്. അവർ രണ്ടുപേരും സംസാരിക്കുന്ന മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആർദ്ര. മിഴിയും അപ്പോഴാണ് അവളെ ശ്രദ്ധിച്ച്. ആർദ്ര കണ്ണു തുറപ്പിച്ച് മിഴിയെ നോക്കി. ആ, പിന്നെ ധ്യാൻ, ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആർദ്ര. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നേക്കാളും 1 and only ഫ്രണ്ട് എന്നും പറയാം. ആരു? ഇത് ധ്യാൻ. ഞാൻ ആദ്യം അസിസ്റ്റ് ചെയ്ത് ധ്യാനിയായിരുന്നു. ആ, ആർദ്രയ്ക്ക് മനസ്സിലായ പോലെ അവളുടെ മുഖം വിടർന്നു. അവൾ ധ്യാനെ നോക്കി വളരെ മനോഹരമായി പുഞ്ചിരിച്ചു. അവരും തിരികെ പുഞ്ചിരിച്ചു. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എങ്ങനെയുള്ള കുട്ടിയായിരിക്കുന്നു. എനിക്ക് തന്നെ ഇഷ്ടമായി. തൻ്റെ തീരുമാനം ഇവിടെ അറിയിച്ചാൽ മതി. പകുതി മിഴിയെയും ബാക്കി ആർദ്രയെ നോക്കി പറഞ്ഞുകൊണ്ട് ധ്യാൻ ചിരിയോടെ താഴേക്കിറങ്ങി. അവൻ പോയി കഴിഞ്ഞതും മിഴി വയറും കുത്തിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചു. വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടേയിരുന്നു. ആർദ്ര കാര്യം മനസ്സിലാക്കാതെ കുറച്ചു നേരം നോക്കി നിന്നു. ചിരി നിർത്താൻ ഉദ്ദേശമില്ലെന്ന് കണ്ടപ്പോൾ ആർദ്രയ്ക്ക് ദേഷ്യം വന്നു. എന്തിനാണ് ചിരിക്കുന്നേ? അതോ, ഓഫീസിലൊരു കുട്ടിക്ക് ഒരുപാട് നാളായി ധ്യാനോട് പ്രേമായിരുന്നു. ധ്യാനാണെങ്കിൽ ആ കുട്ടിയൊന്നും നോക്കുപോലും ചെയ്തില്ല. തീരെ ഇഷ്ടമല്ല. കാണാനൊക്കെ സുന്ദരിയായിരുന്നു. എന്നിട്ട് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ധ്യാൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? മറുപടിക്കായി ആർദ്ര ചെവി കൂർപ്പിച്ചു. ആൾക്ക് നല്ല അടക്കൊതുക്കുള്ള കുട്ടിയെ വേണം, അധികം വായാടിയാവാൻ പാടില്ല, അളവിന് മാത്രം സംസാരിക്കണം, എക്സെട്ര എക്സെട്ര. എന്നിട്ട് അവസാനം നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് പോയല്ലോ. അവൾ വീണ്ടും ചിരിച്ചുകൊണ്ട് സെറ്റിലേക്ക് ഇരുന്നു. ആർദ്ര ദേഷ്യം കൊണ്ട് ചുറ്റും നോക്കി. അവിടെയുള്ള റൗണ്ടഡ് പില്ലോ എടുത്ത് ആർദ്ര മിഴിയുടെ മേലേക്ക് എറിഞ്ഞു. അവൾ വേദന കൊണ്ട് എരിവലിച്ചു. അപ്പോഴാണ് എന്താണ് ചെയ്തതെന്ന് ആർദ്രക്ക് മനസ്സിലായത്. എടി സോറി സോറി സോറി, ഞാൻ ഓർത്തില്ല. ആർദ്ര മിഴിക്കടുത്തേക്ക് പോകാനായി മുന്നേ അവളുടെ കയ്യിലൊരു പിടി വീണു. തിരിച്ചു നിർത്തി അവളുടെ കവിളിൽ എന്തോ വന്ന് പതിച്ചു. ആർദ്രയും മിഴിയും ഒരുപോലെ അമ്പരന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ഇരുവർക്കും മനസ്സിലായില്ല.
ആർദ്രയുടെ ഇടത് കൈ അവളുടെ കവിളിലേക്ക് നീണ്ടു. ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുന്ന ആദ്യം കണ്ട് മിഴി ഇരുന്നിടത്ത് എഴുന്നേറ്റു. ഇവൾക്ക് വയ്യാത്താണെന്ന് അറിയില്ലേ? എന്നിട്ട് നീ എന്താ കളിക്കുവാണോ? ഇത്രയ്ക്ക് വെയിറ്റുള്ള സാധനത്തെ അവിടെ മേലേക്ക് എറിഞ്ഞു അല്ലേ? ആദ്യ ദേഷ്യം കൊണ്ട് വിറക്കുന്നു. അത് കുഴപ്പമില്ലാതിട്ടാ, വേദനയില്ല, മിഴി പറഞ്ഞൊപ്പിച്ചു. ആർദ്രയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ആദ്യം മിഴിക്കടുത്തേക്ക് വന്നു. വേദനിച്ചോ? അവളുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവളത് ഇഷ്ടപ്പെടാത്ത പോലെ പുറകിലേക്ക് നീങ്ങി. തട്ടി വീണ്ടും വീഴാൻ പോയതും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾക്ക് ആ സ്പർശനം തന്നെ അരോചകമായി തോന്നി. ഇടുപ്പിൽ പതിഞ്ഞ കൈകളെ തട്ടിമാറ്റി അവൾ തിരിഞ്ഞു നോക്കാതെ മുറിക്കുള്ളിലേക്ക് നടന്നു. ആദ്യം ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവൾക്ക് പിറകെ ആർദ്രയും. സോറിഡി. ആർദ്ര മുറിക്കകത്തേക്ക് വന്നു മിഴിയെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടി, ഞാൻ അറിയാതെ എറിഞ്ഞതാ. മിഴിയൊന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളിക്കണ്ണുനീർ ആർദ്രയുടെ ചുമലിലേക്ക് പതിച്ചു. അയ്യേ, നീ എന്തിനൊക്കെ അറിയുന്നത്? എനിക്ക് വേദനിച്ചെന്ന് കരുതിയോ? ആ ചേട്ടൻ തന്നെ നിന്റെ മുന്നിൽ പട്ടിഷോ കാണിച്ചാ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അവൾ പറയുന്ന കേട്ട് മിഴി പുഞ്ചിരിച്ചു. നിനക്ക് വേദനിച്ചോടി? ആർദ്ര അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലടാ, പെട്ടെന്ന് വേദനിച്ച പോലെ തോന്നി. ആ തോന്നലിന് എൻ്റെ കവിളിൽ ശരിക്കും വേദനിച്ചു. വീണ്ടും കവിളിൽ കൈ ചേർത്ത് കിളിപോയ മട്ടിൽ പറയുന്ന ആർദ്രയെ കണ്ട് മിഴി അവളെ കെട്ടിപ്പിടിച്ചു. ആരു, ഞാൻ വീട്ടിലേക്ക് പോട്ടെ? മിഴി ചോദിച്ച കേട്ട് ആർദ്ര അവളിൽ നിന്ന് വിട്ടുനിന്നു. അവളുടെ ഡിസ്കംഫേർട്ട് ആരെക്കാളും നന്നായിട്ട് ആർദ്രയ്ക്ക് മനസ്സിലായിരുന്നു. ഡ്രൈവറെ വിളിക്ക്, ആ തെണ്ടിയുടെ കൂടെ നീ പോണ്ട. മിഴി ചിരിയോടെ ഫോണെടുത്ത് ഡ്രൈവറെ വിളിച്ചു. രണ്ടാളും താഴെ പോയി ഭക്ഷണം കഴിച്ചു. ആദ്യം പുറത്തു പോയി എന്നറിഞ്ഞപ്പോൾ മിഴിക്ക് ആശ്വാസം തോന്നി. കുറച്ചു നേരം കൂടി ഇരുവരും സംസാരിച്ചിരുന്നു. കൂടുതൽ ധ്യാനായിരുന്നു അവരുടെ സംസാര വിഷയം. മിഴി പറഞ്ഞതിൽ നിന്നും ആർദ്രയ്ക്കും ധ്യാനിന് ഇഷ്ടമായി. ബദ്രി പറഞ്ഞ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ മിഴി അവൾ അർജിത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഏതു നേരവും ബിസിനസ്സും മീറ്റിംഗുമായി ലോകം ചുറ്റി നടക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ധ്യാനിനെ പോലെ ഒരാളായിരിക്കും നല്ലതെന്ന് മിഴിക്കും തോന്നിയിരുന്നു. എന്നാൽ ആർദ്രയ്ക്ക് മാത്രം എവിടെയോ ഒരു ചെറിയ വേദന തോന്നി. മനസ്സിൽ ധ്യാനിന്റെ മുഖം കൊണ്ടുവരുമ്പോൾ അവിടെ അർജിത്തിന്റെ രൂപം തെളിഞ്ഞു കാണുന്നു. തനിക്ക് ശരിക്കും അർജിത്തിന് ഇഷ്ടമായിരുന്നു അവൾ മനസ്സിലാക്കിയ നിമിഷം. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ മിഴിയോട് സംസാരിച്ചിരുന്നു. കാറ് വന്നതും മിഴി എഴുന്നേറ്റു. സത്യഘോഷി രേവതി ഹാളിലുണ്ടായിരുന്നു. അവരോട് യാത്ര പറഞ്ഞ് മിഴി ഇറങ്ങാൻ നിന്നും പുറത്ത് കൈകെട്ടിൽ നിന്ന് ആദ്യം കണ്ടു. ഇറങ്ങട്ടെ ആദ്യേട്ടാ? മിഴി, ഞാനുണ്ടാകുമ്പോൾ നീ എന്തിനാണ് ഡ്രൈവറെ വിളിച്ചത്? അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി കൊടുത്തില്ല. മിസ്റ്റർ ബദ്രിനാഥ് പറഞ്ഞായിരിക്കുമല്ലേ എന്നോടൊപ്പം വരേണ്ടെന്ന്. ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഇത്രയേ ഉള്ളൂ നിന്നുള്ള വിശ്വാസം. സ്വന്തമെന്ന് കരുതുന്ന പെണ്ണ് മറ്റൊരാളോടൊപ്പം യാത്ര ചെയ്താൽ അവൾ വിട്ടുപോകുമെന്ന ഭയമായിരിക്കും അവന്. ആദ്യ പുച്ഛത്തോടെ പറഞ്ഞു. മിഴി ഒന്നും മിണ്ടാതെ കാറിനടുത്തേക്ക് നടന്നു. മിഴി, ആദിയുടെ ശബ്ദം കേട്ട് അവൾ നിന്നു. നിന്റെ ലൈഫ് നശിക്കാതിരിക്കാൻ വേണ്ടി പറയുക, ഈസ് നോട്ട് എ പെർഫെക്റ്റ് വൺ. എല്ലാ ദുശീലവുമുള്ള ബിസിനസ് മാത്രം മൈൻഡിൽ കൊണ്ടെടുക്കുന്ന, ഓൾറെഡി വേറെ പെൺകുട്ടിയെ സ്നേഹിച്ച എൻഗേജ്മെന്റും കഴിഞ്ഞ് തന്നെ കിട്ടിയപ്പോൾ അവളെ ഒഴിവാക്കി അവനെ പോലെ ഒരു ബ്ലഡി ബാസ്. നിങ്ങൾ ആരാ ബദ്രിയെക്കുറിച്ച് സംസാരിക്കാൻ? അദ്ദേഹത്തെക്കുറിച്ച് തനിക്ക് എന്താ അറിയാം? ആർദ്രയുടെ ബ്രദർ, അങ്കിളുടെ മോൻ. അതുകൊണ്ട് മാത്രം ഇത്ര നേരം ക്ഷമിച്ചത്. ബദ്രിയെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല. ഞാൻ അറിഞ്ഞു പഴയ ചരിത്രമൊക്കെ. പിന്നെ എന്താ പറഞ്ഞ്? ദുശീലം. ഞാൻ സ്നേഹിച്ചതിന് ശേഷമല്ല അറിഞ്ഞത് അദ്ദേഹം കുടിക്കാറുണ്ടെന്നും വലിക്കാറുണ്ടെന്നും. ജീവിതത്തിൽ ആദ്യമായിട്ട് ബദ്രിയെ കണ്ട ദിവസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ബീർ കൊണ്ട് വായ കഴുകി പോലീസ് സ്റ്റേഷനിൽ സിഗരറ്റ് വലിച്ച് പുകയൂതി വിട്ട് എന്നെ നോക്കിയിട്ട് നോട്ടുണ്ട്. അന്ന് വീണുപോയതാ ഞാൻ ആ ആറ്റിറ്റ്യൂഡിൽ. കഴിഞ്ഞ 3 വർഷത്തിൽ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. ആദ്യമായിട്ടൊരു കാര്യം അറിയോ? നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ ഒരിക്കലും പ്രണയം തോന്നില്ല. അഥവാ തോന്നിയാൽ അതിനൊരർത്ഥേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചൂസ് ചെയ്ത ആളോടുണ്ടായിരുന്നു പ്രണയമായിരുന്നില്ലെന്ന്. സോ ആ വിഷയം എന്നെ ബാധിക്കില്ല. ആൻഡ് ദി ലാസ്റ്റ് വൺ, ശരിയാണ്, അദ്ദേഹം മിസ്റ്റർ പെർഫെക്റ്റ് ഒന്നല്ല, ബട്ട് ഹീസ് ദ പെർഫെക്റ്റ് വൺ ഫോർ മീ, മൈ പെർഫെക്റ്റ് പാർട്ണർ. മിഴി അവനെ നോക്കി പുഞ്ചിരിച്ച് കാറിലേക്ക് കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.